അന്ന് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ് യോഹന്നാൻ സുവിശേഷം രചിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് ആത്മീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹമാണ് നമ്മിൽ ദൃഢമായിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പണത്തിനു വാങ്ങിക്കൊള്ളാമെന്ന ഗൂഢലക്ഷ്യത്തോടെ വിശ്വസിച്ച് സ്നാനമേറ്റ ശീമോനും നമുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് പറയാം. ആകയാൽ പ്രിയരെ, ഈ സുദിനത്തിൽ നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ ന്യായമായ സകല ആവശ്യങ്ങളും ദൈവം നിറവേറ്റുമെന്ന ഉത്തമ ബോധ്യത്തോടെ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിലൊരുവൻ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നല്ല, മറിച്ച് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന തിരിച്ചറിവോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. എന്തെന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 10:10 എന്നല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്.